നമസ്കാരം. ഞാൻ എന്തുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചു? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഒരുപാട് പേർ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. ജ്യോതിഷികളുടെ അടുത്തെത്തുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണോ എനിക്ക് ഈ ഗതി? അത്തം നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണോ ഞാൻ ഒരിക്കലും ഗുണം പിടിക്കാത്തത്? ഇല്ലെങ്കിൽ അയാൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണോ നല്ല രീതിക്ക് ജീവിക്കുന്നത്? അനിഴം നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതൽ നേട്ടമുണ്ടല്ലോ എന്നിങ്ങനെ നക്ഷത്രങ്ങളെക്കുറിച്ച് പലതരം ഗോസിപ്പുകളും ചിന്തകളും നമ്മുടെ സമൂഹ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതിൻ്റെ പുറകിൽ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വേദങ്ങൾ പറഞ്ഞു, കർമ്മം കർമ്മഫലം. ജന്മജന്മാന്തരങ്ങളായി നാം ചെയ്യുന്ന കർമ്മങ്ങൾ സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമി. ഈ 3 കർമ്മങ്ങളാണ്. കർമ്മത്തിനെ പഠിക്കുവാനായിട്ട് 3 തരമായിട്ട് ഭാഗിച്ച് മനസ്സിലാക്കുന്നു. സഞ്ചിതം എന്ന് പറയുന്നത് അനുഭവിക്കാൻ ബാക്കിയുള്ളത്, ചേർന്നിരിക്കുന്നത് സഞ്ചിതമായിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് കർമ്മങ്ങളെ എടുത്തുകൊണ്ടാണ് നാം ഈ ജന്മത്തിൽ വന്നിട്ടുള്ളത്. അതിനെ പ്രാരാബ്ധം എന്ന് വിളിക്കുന്നു. പ്രാരബ്ധ കർമ്മം ഏവരും കേട്ട് കാണും. ഈ പ്രാരബ്ധ കർമ്മം ജനിക്കുവാനായിട്ട് കാരണമാകുന്നു പ്രാരബ്ധ കർമ്മങ്ങളാണ്. പ്രാരബ്ധസജ്ഞി മനുഷ്യജാതോ ജാതക ചിന്തനം. പ്രാരബ്ധ കർമ്മത്തെ ചിന്തിക്കുന്നതാണ് ജാതകം. 1000 പ്രാവശ്യം ഏവരും മനസ്സിൽ വെക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എവിടെയോ ഉള്ള ശനി, എവിടെയോ ഉള്ള ചൊവ്വ, എവിടെയോ ഇരിക്കുന്ന രാഹു എന്നെ ദുഷിപ്പിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ദയവ് ചെയ്തത് മാറ്റി നമ്മുടെ കർമ്മമാണ്, കർമ്മത്തിൻ്റെ കാരണമാണ്, അടിസ്ഥാനമാണ്, അതാണ് അതിൻ്റെ ബേസ്. പൂർവ്വജന്മ ആർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തസ്യ ഭക്തിം ഗൃഹാഹ സർവേ സൂചയന്തി ഹജന്മനി. പൂർവ്വജന്മത്തിൽ നാം ചെയ്ത കർമ്മങ്ങളെ, കർമ്മഫലങ്ങളെ ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്നു എന്ന് മനസ്സിലായി നമുക്ക് ഈ ശ്ലോകത്തിലൂടെ. അപ്പോൾ ഈ പ്രാഗ് ജന്മാർജിത പുണ്യാഘ പ്രാബല്യോദ്രേക ഹേതുതഃ പ്രാരബ്ധസജ്ഞ മനുഷ്യജാതോ ജാതക ചിന്തനം. അപ്പോൾ അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ ചിന്തിപ്പിക്കുന്നതാണ് ജാതകം. അപ്പോൾ പ്രാരബ്ധ കർമ്മം കാരണമാണ് നാം ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുവാൻ ഇടയാകുന്നത്. പ്രാരബ്ധകർമ്മം കാരണമാണ് ഇന്ന അച്ഛനമ്മമാർക്ക് നാം ജനിക്കുവാൻ ഇടയാകുന്നത്. പ്രാരബ്ധകർമ്മം കാരണമാണ് നമ്മുടെ ദേശം, ഇല്ലെങ്കിൽ ഏത് ദേശത്താണ് നാം ജനിക്കുന്നത്, എവിടെയാണ് നാം ജീവിക്കുന്നത്, ഇതെല്ലാം തന്നെ പ്രാരബ്ധ കർമ്മമാണ്. ഡിസൈഡിങ് ഫാക്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുപക്ഷെ തിരഞ്ഞെടുക്കുന്നത് അംബാനിയുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ടാറ്റ ബിർളയുടെ ഫാമിലിയിൽ അവിടെ ചെന്ന് ജനിച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും രാജാവിൻ്റെ ഫാമിലിയിൽ ജനിക്കുവാനായിട്ട് ആഗ്രഹം എത്ര പേർക്ക്, ആർക്കാണ് ഇല്ലാത്തത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അവനവൻ്റെ പ്രാരബ്ധ കർമ്മം കാരണം ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നു. പക്ഷെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വീണ്ടും പറയാം, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് എന്നതാണ് നമ്മുടെയൊക്കെ ചിന്ത, സാധാരണക്കാരൻ്റെ ചിന്തയാണ്. തീർച്ചയായിട്ടുമല്ല, പക്ഷേ അത് റിവേഴ്സ് ആണ്. ഇന്ന നക്ഷത്രത്തിൽ ജനിക്കാൻ ഇടയായ സാഹചര്യം അവനവൻ്റെ കർമ്മമാണ്. അപ്പൊ പ്രാരബ്ധ കർമ്മം കാരണമാണ് നാം ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നു. ആയതിനാൽ ആ നക്ഷത്രം വെച്ച് നാം മനസ്സിലാക്കുന്നു നമ്മുടെ നേച്ചർ ഇങ്ങനെയാണെന്നും ഇന്ന വാസനകളാണ് നമ്മളിൽ ഉള്ളതെന്നും നാം മനസ്സിലാക്കുന്നു. ആ വാസനകളെ വീണ്ടും വീണ്ടും നാം ഫിൽട്ടർ ചെയ്ത് നല്ല വാസനകളെ, സത്വഗുണങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ശീലിക്കുന്നു, നല്ല ശീലം വളർത്തുന്നു, വീണ്ടും പുതിയ വാസനകൾ വരുന്നു. അപ്പൊ ഇതെല്ലാം കർമ്മത്തിലൂടെയാണ് സാധ്യമാകുന്നത്. അപ്പൊ അവനവൻ്റെ കർമ്മം കാരണം, ആ കർമ്മമാണ് നമ്മുടെ ഡിസൈൻ. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ഇന്നത്തെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ ഭാവി എന്ന് മനസ്സിലാക്കുക. ആയതിനാൽ ഇനി നാം ചിന്തിക്കുമ്പോൾ അത്തം നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി എന്ന് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. ആ നക്ഷത്രത്തിൽ ജനിക്കുവാനായിട്ടുള്ള നമ്മുടെ വാസനകൾ നമ്മുടെ കർമ്മമാണ്. ആ കർമ്മത്തെ കൊണ്ട് നാം ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു, വീണ്ടും പുതിയ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ കർമ്മം, ഇന്നത്തെ കർമ്മം നമ്മുടെ കയ്യിലാണുള്ളത്. ആഗാമി അത് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതം. അത് തന്നെയാണ് പ്രാവർത്തികം. ഇത് ചിന്തിച്ച് ഏവരും സത്കർമ്മം ചെയ്ത് സത്ഫലം അനുഭവിക്കുക, അത് അനുഭവിപ്പാൻ ഇടവരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.